തുടങ്ങാമെന്നാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഈ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ അങ്ങനെയുള്ള വെബ്സൈറ്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്? അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പഠിക്കാം. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ്. ഇൻസ്റ്റാഗ്രാം #മല്ലു_entrepreneur എന്നാണ് പേജിൻ്റെ പേര്. അപ്പോൾ അതും എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ലൈവ് ഡെമോയിലോട്ട് കടക്കുകയാണ്. അപ്പം ഞാനിത് എസ്കേപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്ലോഗറിലോട്ട് പോകും. അപ്പോൾ ബ്ലോഗർ എങ്ങനെ ഉണ്ടാക്കുന്നത്, ബ്ലോഗർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ തന്നിട്ടുണ്ടാകും. അപ്പം അതും കൂടി എല്ലാവരും ഒന്ന് കാണുക. അത് കണ്ടിട്ട് ഇതിനകത്ത് വരുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ ഗൂഗിള് ചെയ്തിട്ട് സ്പോട്ട് കൊമേഴ്സ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്, അല്ല സ്പോട്ട് കൊമേഴ്സ് അല്ല, സബ്മേര എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. സബ്മേര, ഓക്കെ. സബ്മേര എന്ന് ഗൂഗിൾ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു വെബ്സൈറ്റിലോട്ട് വരും. എൻ്റെ ബ്ലോഗ് ടെംപ്ലേറ്റ്സിൽ പോയിട്ട് ഇ കൊമേഴ്സ് എടുക്കാം. ഇ കൊമേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴേക്കും 2 ടൈപ്പ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് കാണും. നമ്മൾ ഇതിനകത്ത് ഈ ഒരു വെബ്സൈറ്റ് എടുക്കുന്നത്. അതെടുത്ത് കഴിയുമ്പോഴേക്കും ഒരു 15 സെക്കൻഡ്സ് ലോഡാവും. ഇതിൻ്റെ ഡൗൺലോഡ് ഫയൽ ലോഡാകാനായിട്ട് സമയമെടുക്കും. അപ്പം ഇതിനകത്ത് നമുക്ക് ഇതുണ്ട്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനത്തെ പേയ്മെന്റ് മെത്തേഡ്സും, പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ, ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഇത് ലോഡായിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഡെമോ ഉണ്ട്. അപ്പോൾ ആ സൈറ്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സൈറ്റ് ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് എത്ര കാണും. പിന്നെ ഇവിടെ ചെക്ക്ഔട്ട് ചെയ്യുമ്പോഴേക്കും ബില്ലിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പിന്നെ പ്രോഡക്റ്റിന്റെ പൈസ ഉണ്ട്. പിന്നെ ഷിപ്പിങ്ങിന്റെ ഒരു $30 വരും. ടോട്ടൽ $88 വരും. എന്നിട്ട് ടൈപ്പ് ഓഫ് പേയ്മെന്റ്സ് ഉണ്ട്. ചെക്ക് പേയ്മെന്റ്, ക്യാഷ് ഓൺ ഡെലിവറി, പേയ്പാൽ. പേയ്പാൽ എന്ന് പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ, ഒരു നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ പോലൊരു സംഭവമാണ്. ഇന്റർനാഷണലി പേയ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് പേയ്പാൽ. അപ്പം പേയ്പാൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന എളുപ്പമാണ്, ഫ്രീ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് പേയ്പാൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇത് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ സൈറ്റ്. കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതാണ് ബേസിക് ആയിട്ടുള്ള എത്തിക്കുന്നത്. എന്നിട്ട് നമ്മൾ താഴെ പോയിട്ട് നമ്മുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യും. ഞാനിവിടെ ഓൾറെഡി സംഭവം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ മതി. എക്സ്ട്രാക്ട് ചെയ്യുക പറയുമ്പോഴേക്കും ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ ഞെക്കിയാൽ മതി. അപ്പം മുകളിൽ സ്പോട്ട് കൊമേഴ്സ് എന്ന് പറയുന്നൊരു ഫോൾഡർ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും സ്പോട്ട് കൊമേഴ്സ് ടെംപ്ലേറ്റ് XML എന്ന് പറയുന്ന ഈ ഒരു ഫയലുണ്ട്. ഇത് ഞെക്കാം. ഇത് ഞെക്കുമ്പോഴേക്കും വീണ്ടും ഒരു നോട്ട് പാഡ് വരും. അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറേ മറ്റേ HTML കോഡ്സാണ്. എല്ലാം സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് എന്നിട്ട് നമ്മുടെ നേരെ നമ്മുടെ ബ്ലോഗറിലോട്ട് പോവാം. എന്നിട്ട് തീമിൽ പോവാം. തീമിൽ പോയിട്ട് ഇതിപ്പോൾ എങ്ങനെയായിരിക്കും വെച്ചാൽ, ഒരു നമ്മളിപ്പോൾ തീം മാറ്റാത്തതുകൊണ്ട് ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. ഒരു മാറ്റമൊന്നുമില്ല. ഒരു നോർമൽ ഒരു ബ്ലോഗറിൻ്റെ ഒരു തീമിലാണ് സംഭവം ഇരിക്കുന്നത്. നമ്മൾ എഡിറ്റ് HTML പോയിട്ട് ഈ കോഡ് മൊത്തം മാറ്റണം. Ctrl+A ഞെക്കിയിട്ട് ബാക്ക് സ്പേസ് ചെയ്യുക. എന്നിട്ട് Ctrl+V കൊടുക്കുക. കുറച്ച് നേരം എടുക്കും സംഭവം ഒന്ന് വരാനായിട്ട്. ഓക്കെ, അതെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഈ വെബ്സൈറ്റിന്റെ കോഡെല്ലാം അതിനകത്ത് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് സേവ് തീം കൊടുക്കുക. സേവ് തീം ഞെക്കി. എന്നിട്ട് നമ്മുടെ നേരത്തെ ഈ ഒരു ഇതൊന്ന് റീഫ്രഷ് ചെയ്തു. നമ്മുടെ ബ്ലോഗിന്റെ പേര് സ്കൂൾ കിട്ടോ എന്നാണ് കൊടുത്തത്. നമ്മളിപ്പോ ഒരു സ്കൂൾ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് സെല് ചെയ്യുന്ന ഒരു സൈറ്റ് പോലെ ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പൊ ഇവിടുത്തെ ഇതുപോലെ ഇങ്ങനത്തെ സംഭവമൊന്നും ഇല്ല ഇതിനകത്ത്. ഇമേജോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. അതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ കോൺടാക്ട് ഫോം ആവുന്നില്ല. അതൊക്കെ എങ്ങനെ ആഡ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ നേരെ ലേഔട്ടിലോട്ട് പോകാം. അപ്പൊ ഇവിടെ ഫെവിക്കൺ ആഡ് ചെയ്യുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്കൂൾ കിഡ് ആയ കാരണം നേരത്തെ ഒരു ഫെവിക്കൺ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഇതിനകത്ത് 16x16 സൈസിലാണ് എടുക്കേണ്ടത്. അത് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് സേവ് ചെയ്യാം. ആ ഫെവിക്കൺ ആയിട്ടുണ്ട്. ഇന്ന് വേണമെന്ന് റീലോഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ആ ലോഗോ നമ്മുടെ എന്താണോ കൊടുക്കേണ്ടത് വന്നിട്ടുണ്ട്. ഇതിനായിട്ട് താഴെ നമുക്കിനി ഈ ഹെഡർ കണ്ടോ, ഈ ഹെഡർ വേണമെങ്കിൽ മാറ്റാം. പക്ഷെ തൽക്കാലം അത് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഹെഡർ കൊടുത്തു. നമുക്കിപ്പോൾ ഹെഡറിന് പകരം നമ്മുടെ ഒരു സൈറ്റിന്റെ ലോഗോ ആണെങ്കിൽ ഇവിടെ ഈ ചൂസ് ഫയൽ കൊടുത്തിട്ട് നമ്മുടെ ലോഗോ അവിടെ കൊടുത്താൽ മതി. സെലക്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, അപ്പൊ അത് മാറ്റി. ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ മെയിൻ മെനു വന്നു. ഇവിടെ മെനു കണ്ടോ, ഇതുപോലത്തെ മെനു നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ മെയിൻ മെനു എന്ന് പറയുന്നതാണ്. മെയിൻ മെനു ചെക്കുക. എന്നിട്ട് നമുക്കിപ്പോ എന്താ, നമ്മളിപ്പോ പെൻസ് ആണ് സെല് ചെയ്യുന്ന ഓർമ്മ. പിന്നെ ഇറേസർ ഉണ്ട്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് സെല് ചെയ്യും. എന്നിട്ട് അത് സേവ് ചെയ്യും. ഇതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇറേസറും വന്നിട്ടുണ്ട്, പെന്നും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം മെനുവായി, ഹെഡറായി, ഫേവിക്കണായി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാറ്റണം. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇല്ലേ, അതുപോലെ നമ്മുടെ ഇവിടെ ഒരു ഇമേജ് വേണം. ഇവിടെ എഡിറ്റിൽ പോയി ഇവിടെ ചൂസ് ഫയലിൽ പോയിട്ട് റെഡ് കളർ തന്നെ കൊടുത്തേക്കാം. ഏതായാലും നമ്മുടെ ഫേവിക്കന്റെ കളർ റെഡും കൊടുക്കും. സാധാരണ ഇ കോമേഴ്സ് നമ്മൾ റെഡ് കൊടുക്കാറില്ല, ഒരു യെല്ലോ അല്ലെങ്കിൽ ബ്ലൂ ഒക്കെയാണ്. അങ്ങനെ ഒരു കളർ സെൻസ് ഉണ്ട് അതിന്. അപ്പൊ അത് നോക്കിയിട്ടൊന്നും ചെയ്യാം. ഞാനൊരു സാമ്പിൾ എന്ന രീതിയിൽ അത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് റീലോഡ് ചെയ്യും. ഓക്കെ, ഇവിടെ എല്ലാം റെഡ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സ്ലൈഡർ ഉണ്ട്. സ്ലൈഡർ പക്ഷെ നമ്മളിപ്പോ പ്രൊഡക്റ്റ് ഒന്നും ആഡ് ചെയ്യാത്തതാണ് ഇപ്പൊ സ്ലൈഡറിലോട്ട് പോകണ്ട. എന്നിട്ട് നമ്മുടെ താഴെ ഇപ്പൊ എന്താ, ഇവിടെ താഴോട്ട് വരുമ്പോഴേക്കും കോണ്ടാക്ട് ഫോം ഉണ്ട്. കോണ്ടാക്ട് ഫോം ഒന്ന് സെറ്റ് ആക്കണം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്നും ഇല്ല. ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ സംഭവമൊക്കെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. താഴോട്ട് പോകുമ്പോഴേക്കും കോണ്ടാക്ട് ഫോം കിട്ടി, ഡയറക്ട്ലി എന്ന് പറയുന്നതും കിട്ടി, പക്ഷെ ഹൊറിസോണ്ടൽ ഇമേജ് ഉണ്ട്. ഇത് പോയിട്ട് ഇവിടെ ചൂസ് ഫയൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ബ്ലാക്ക് ഇമേജ് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യാം. സ്ട്രിംഗ് ഡിഫിറ്റ് വേണേൽ കൊടുത്തു, പക്ഷെ നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ സ്ട്രിംഗ് ഡിഫിറ്റ് കൊടുക്കല്ലേ. അത് കൊടുത്താൽ ചിലപ്പോൾ അതിന്റെ ക്ലാരിറ്റി കുറയാൻ ചാൻസ്. ഓക്കെ, അത് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്യും. ഓക്കെ, കേട്ടോ, ഇപ്പൊ ഡയറക്ട്ലി ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഡയറക്ട്ലിയിൽ ഇവിടെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോണുണ്ട്, മെയിൽ ID ഉണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെ കൊടുക്കുന്നത് ഇപ്പൊ കാണിച്ചത്. അപ്പൊ ഇവിടെ ഡയറക്ട്ലി വന്നു. ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു 4 ഹാഷ്ടാഗ് കൊടുക്കാം. ഇതിന്റെ നടുക്കോട്ട് വന്നിട്ട് സ്മോൾ ലെറ്ററിൽ ഫോൺ എഴുതാം. ഇവിടെ നമ്മുടെ ഏതൊരു നമ്പർ കൊടുക്കും. ഓക്കെ, എൻ്റർ കൊടുക്കുക. എന്നിട്ട് വീണ്ടും 4 ഹാഷ്ടാഗ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ നടുക്ക് വന്നിട്ട് പേപ്പർ പിന്നെ ഒരു ഹൈഫൺ, പ്ലെയിൻ പിന്നെ ഒരു ഹൈഫൺ പിന്നെ ഒരു ഫോം. എന്നിട്ട് നമ്മുടെ ഇമെയിൽ ID ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ കൊടുക്കുക. എന്നിട്ട് താഴെ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് കുറച്ചൊരു ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും കൊടുക്കാം. നമ്മൾ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ സെല് ചെയ്യുവാണ്, അങ്ങനത്തെ കാര്യങ്ങൾ, എവിടെയൊക്കെ ഡെലിവറി ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് സേവ് ചെയ്യും. ഇതൊന്ന് റീലോഡ് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മൾ കൊടുത്ത നമ്പറും ഇമെയിൽ ID ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു സാമ്പിളായിട്ട് കൊടുത്തതാണ്. ഓക്കെ, എന്നിട്ട് ഇനി താഴോട്ട് വരുമ്പോഴേക്കും ഇവിടെ കണ്ടോ എബൌട്ട് കോൺടാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പേജ് ഉണ്ടാക്കണം. പേജസിൽ പോയിട്ട് ഒരു പുതിയ പേജ് കൊടുക്കുക. എബൌട്ട് എന്ന് പറയുന്ന ഒരു പേജ് കൊടുക്കണം. ഇവിടെ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കുക. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വ്യൂ ചെയ്യണേ. ഇതാണ് എബൌട്ടസിനകത്ത് നമ്മളെ കാണിക്കാൻ പോകുന്നതാണ്. ഇതാണ് ഇതിന്റെ കണ്ടന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതൊന്ന് ഈ ഒരു ലിങ്ക് മൊത്തം ഒന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി. ഓക്കെ, എന്നിട്ട് നമ്മുടെ ലേഔട്ടിൽ വരിക. താഴോട്ട് പോകുമ്പോഴേക്കും ഇവിടെ ഫൂട്ടർ പേജ് ഉണ്ടോ, ഇതൊന്ന് എഡിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പുതിയൊരു പേജ് കൊടുക്കണം. ആഡ് എക്സ്റ്റേണൽ ലിങ്ക് കൊടുക്കുക. എന്നിട്ട്
ടൈപ്പ് ചെയ്യാം. അബൌട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ നമ്മുടെ ലിങ്ക് കൊടുക്കുക. എന്നിട്ട് സേവ് ലിങ്ക് കൊടുക്കുക. എന്നിട്ട് സേവ് ഞെക്കുക. സേവ് ഞെക്കിയതിൽ ചേഞ്ചസ് വരത്തില്ല കേട്ടോ. ഇത് ഹോമിലോട്ട് പോയി സംഭവം എല്ലാം റീലോഡ് ആയിട്ടുണ്ട് കേട്ടോ. താഴെ ഹോമിൻ്റെ കൂട്ടത്തിൽ അബൌട്ടസും കൂടി വന്നു. ഈ അബൌട്ടസ് ഞെക്കുമ്പോഴേക്കും നമ്മുടെ നേരത്തെ ആ കണ്ടന്റിലോട്ട് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ സെറ്റിങ്സിലോട്ട് നമ്മളിനി ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ പാർട്ടൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി വരുന്നത് നമുക്ക് ആദ്യം പോയി സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് സെർച്ച് പ്രിഫറൻസ് വെക്കാം. എന്നിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. മെറ്റാ ടാഗ്സിനകത്ത് അടിയിൽ ഡിസ്ക്രിപ്ഷൻ അതൊന്ന് എനേബിൾ ചെയ്യാം. ഇവിടെ 150 ക്യാരക്ടറിന് എന്തെങ്കിലും ഒന്ന് നമ്മുടെ സൈറ്റിനെ കുറിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സേവ് ചേഞ്ചസ് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യണമല്ലോ. പ്രോഡക്റ്റാണ് സംഭവം മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പോസ്റ്റിൻ്റെ അവിടെ പോയിട്ട് ന്യൂ പോസ്റ്റില്ലേ, ന്യൂ പോസ്റ്റ് ചെയ്യണം. നമ്മളിപ്പം സ്കൂൾ പിള്ളേർക്കുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെൻസ് ആണ് നമ്മുടെ പെന്നാണ് ആദ്യത്തെ പ്രോഡക്റ്റ്. നമ്മൾ അതിൻ്റെ ഇമേജ് ആഡ് ചെയ്യണം. ആ ഒരു ഇമേജിൻ്റെ ഐക്കൺ ഞെക്കുക, ചൂസ് ഫയൽ ഞെക്കുക. ചൂസ് ഫയലിൽ പെന്നിൻ്റെ ഇമേജ് ഓപ്പൺ ചെയ്തു. പിന്നെ പ്രോഡക്റ്റിനകത്ത് നമ്മൾ നേരത്തെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു നോട്ട് പാഡ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നത്. ഷോർട്ട് ഡിസ്ക്രിപ്ഷനും ഉണ്ട്, ലോങ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ആഡ് ചെയ്യും. ഇതിൻ്റെ താഴെ നമ്മൾ ലോങ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ലോങ് എടുത്തിട്ട് കോപ്പി ചെയ്യുക, എന്നിട്ട് അത് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ സെർച്ച് ഡിസ്ക്രിപ്ഷൻ കണ്ടോ, ഇത് ഞെക്കിയിട്ട് ഇവിടെ നമ്മുടെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഞെക്കും. ഒരു സാമ്പിളായിട്ട് ചുമ്മാ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വിട്ടതാണോ ഞാൻ അതിനകത്ത്. ഇവിടെ ഞെക്കുക, കൺട്രോൾ V ഞെക്കുക, സംഭവം പേസ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ പ്രൈസ് ആഡ് ചെയ്യണമല്ലോ. ഇപ്പോൾ ഇവിടെ ലേബിൾസിൽ പോവാം. ലേബിൾസിൽ പോയിട്ട് ഇങ്ങനെയാണ് പ്രൈസ് വരുന്നത്. ഇപ്പം നോർമൽ പ്രൈസ് ആണെങ്കിൽ അണ്ടർസ്കോറസ് എത്രയാണോ 600 രൂപയാണ് 600 രൂപ. പെൻസ് പിന്നെ റൈറ്റിങ്ങിനായിട്ടുള്ള കാറ്റഗറിയാണ്. അപ്പോൾ റൈറ്റിംഗ് കൊടുക്കുക. ഇത് കോപ്പി ചെയ്യുക. ഇതിപ്പോൾ വേണേൽ എവിടെ വേണേലും ഒന്ന് എഴുതി വെച്ചേക്കും. ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട്. അബൌട്ട് നമ്മളെ ഫോമിലോട്ടൊന്ന് പോകുമ്പോഴേക്കും കണ്ടോ പ്രോഡക്റ്റ് ആഡ് ആയിട്ടുണ്ട്. ഇത് ഞെക്കുമ്പോഴേക്കും നമ്മുടെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇവിടെ വന്നു, ലോങ് ഡിസ്ക്രിപ്ഷൻ ഇവിടെയും വന്നു. ഇവിടെ 600 രൂപ പ്രോഡക്റ്റും വന്നു, പ്രോഡക്റ്റ് പ്രൈസും വന്നു. ഓക്കെ, ഇതിപ്പോൾ സംഭവം ഉണ്ടെങ്കിലാണ് ഇപ്പം നമുക്കിത് സെയിൽ കൊടുക്കണം. 600 രൂപയുടെ സാധനം ഇപ്പം ഇച്ചിരി റേറ്റ് കുറച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യിക്കാം. ഇവിടെ പ്രൈസിൽ തന്നെ സെയിൽ പ്രൈസ് ആണെങ്കിൽ 700 രൂപയുടെ സാധനം 600 രൂപയ്ക്ക് വിൽക്കാമെന്ന് നമ്മൾ കാണിക്കുക. അപ്പം ഇത് ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇതൊന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലേബിൾസിൽ പോയിട്ട് നേരത്തെ ഉള്ളത് നേരത്തെ ഉള്ളത് കാണുന്നില്ല, -700 കൊടുത്താൽ എന്നിട്ടൊരു കോമ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഡൺ ഞെക്കുക, ഇത് അപ്ഡേറ്റ് ചെയ്യും. ഇതൊന്ന് റീഫ്രഷ് ചെയ്തു. കണ്ടോ, ഇവിടെ $700 സാധനമായിരുന്നു, ഇപ്പം 600 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓൺ സെയിൽ എന്ന് എഴുതി വരും. ഓക്കെ, ഇപ്പൊ സംഭവം തീർന്നു. ഇപ്പൊ പേന മൊത്തം സെല് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണല്ലോ എന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിലും നമ്മളെ പോസ്റ്റിൽ പോയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതെങ്ങനെ ഇത് കൂടെ കാണിക്കുന്ന വെച്ചാൽ ഇപ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇവിടെ ഞെക്കിയിട്ട് ലേബിൾസിൽ പോയിട്ട് ഞെക്കുക. ഈ 700 മാറ്റിയിട്ട് !0 ചെയ്യും. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇതൊന്ന് റീഫ്രഷ് ചെയ്യാം. സംഭവം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, സാധനം ഇല്ല. ഓക്കെ, സെയിലും പറഞ്ഞു, നോർമൽ പ്രൈസും പറഞ്ഞു, ഔട്ട് ഓഫ് സ്റ്റോക്കും പറഞ്ഞു. അപ്പോൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് വേറൊരു പ്രോഡക്റ്റ് കൂടി ആഡ് ചെയ്യാം, ഒരു ഇറേസറും കൂടി. എന്നാലേ നമുക്ക് സ്ലൈഡർ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുന്നു.
ഇറേസർ. അതിൻ്റെ ഒരു ഇമേജ് മാത്രം മതി. തൽക്കാലം ഡിസ്ക്രിപ്ഷൻ ഒന്ന് ആഡ് ചെയ്യും. അത് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്തു, പബ്ലിഷ് ചെയ്തു. ഇതിനകത്ത് പോയിട്ട് നമ്മൾ ഹോമിൽ പോകുമ്പോഴേക്കും കണ്ടോ ഇറേസറും വന്നിട്ടുണ്ട്. ഇപ്പൊ ഇറേസറിന്റെ തന്നെ വേറൊരു ഇമേജ് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണേല് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട്, ഇപ്പൊ തൽക്കാലം എൻ്റെ വേറെ ഇമേജ് ഇല്ല, അപ്പൊ ഈ ഇമേജ് തന്നെ തൽക്കാലം നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് തന്നെ ഒന്നുകൂടെ ആഡ് ചെയ്യാം. അപ്പൊ വേറൊരു വ്യൂവിലാണ് ഇതിരിക്കുന്നെങ്കിൽ, ഇപ്പൊ ഇത് സൈഡാണെങ്കിലും നേരെ ഇരിക്കുന്ന ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. എന്നിട്ട് അത് ആഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇറേസർ നമ്മൾ ഞെക്കി കഴിയുമ്പോഴേക്കും കേട്ടോ താഴെ വേറെ 2 ഇമേജ് വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഇപ്പൊ സെയിം ആയതുകൊണ്ട് ഇപ്പൊ വ്യത്യാസം മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഇപ്പൊ രണ്ടും ഒരെണ്ണം ഇതുപോലെ നേരെ ഒരെണ്ണം ഹൊറിസോണ്ടലും ഒരെണ്ണം വെർട്ടിക്കലും ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഷർട്ടൊക്കെ വെക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള കേസിൽ 2 ഇമേജൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നല്ലതാണ്. ഓക്കെ, അത് കാണിക്കാനാണ് 2 ആഡ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ലേഔട്ടിൽ പോയിട്ട് നമുക്കിനി സ്ലൈഡർ ആഡ് ചെയ്യണമല്ലോ. മുകളിൽ സ്ലൈഡർ ഉണ്ട്, സ്ലൈഡർ ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ലേഔട്ടിൽ പോയിട്ട് ഇവിടെ സ്ലൈഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ നമുക്ക് എഡിറ്റ് ഉണ്ട്. എഡിറ്റിൽ പോയിട്ട് ഇവിടെ ഉള്ളതെല്ലാം കളയും. പെൻസിൽ ഞെക്കാം, ഇതെന്തായാലും ക്യാപ്ഷൻ കൊടുക്കാം. അതിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതി. എന്നിട്ട് ചൂസ് ഫയൽ ഞെക്കാം. ചൂസ് ഫയൽ ഞെക്കിയിട്ട് പേനയാണല്ലോ, പേന സെലക്ട് ലിങ്ക് കൊടുക്കണം. നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് ഹോമിൽ പോയിട്ട് ഈ പേന ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് ഈ ലിങ്ക് ഇവിടെ കൊടുത്തേക്കുന്ന ലിങ്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്യും. എന്നിട്ട് സേവ് ഞെക്കുക. സേവ് ഞെക്കിയിട്ട് ഹോമിൽ പോവാം. ഹോമിൽ പോയപ്പോഴേക്കും നമ്മുടെ പെൻസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷന് പിന്നെ പേനയുടെ ഇമേജും വന്നിട്ടുണ്ട്. ഈ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പെന്നിൻ്റെ പ്രോഡക്റ്റ് പേജിലോട്ട് പോകും. അതുപോലെ തന്നെ വേറെ കൂടി ആഡ് ചെയ്യണം. ഇവിടെ ഞെക്കിയിട്ട് ഇവിടെ ഉള്ള നേരത്തെ കളയാം. എന്നിട്ട് ഇറേസറാണ് ഇപ്പം കൊടുക്കുന്നത്. ഇറേസർ ഞെക്കുക, അതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യും. ലിങ്ക് നമ്മളിപ്പോൾ കോപ്പി ചെയ്തിട്ടില്ല, അപ്പം ഫയൽ ചൂസ് ചെയ്യാം. ഫയൽ ചൂസ് ചെയ്തിട്ട് ഇറേസറിൻ്റെ ഇമേജ് എടുക്കുക, ഓപ്പൺ ചെയ്യുക. ഇത് പോവുക, ഇറേസർ ചൂസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ലിങ്ക് കൺട്രോൾ ആയി. എന്നിട്ട് കൺട്രോൾ സി ഞെക്കുക. നമ്മുടെ ആ സ്ലൈഡറിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് ആ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യും. സേവ് ചെയ്യുക. എന്നിട്ട് ഹോമിലോട്ടൊന്ന് പോവാം. ഇപ്പോൾ പേനയും വന്നു. ഇവിടെ ഞെക്കുമ്പോഴേക്കും നമ്മുടെ ഇറേസറിൻ്റെ ഇമേജ് വരും. അവിടെ ഞെക്കുമ്പോൾ ഇറേസറിൻ്റെ ഇമേജ് ഞെക്കുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് പേജിലോട്ട് നമ്മളിതിന് പ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് പ്രൈസ് കൊടുക്കണമല്ലോ. എഡിറ്റ് ചെയ്യും. ലേബിൾസിൽ പോവാം. അണ്ടർസ്കോർ ഒരു 400 കൊടുത്തു. കോമ പെൻസിലല്ലോ, ഇറേസർ നോർമൽ കേസ് അപ്ഡേറ്റ് കൊടുക്കും. റീഫ്രഷ് ചെയ്ത് നോക്കാം. പ്രൈസ് ഇവിടെ 400 വന്നു. അപ്പോൾ ഇനി വേറെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇത് കണ്ടോ, ഈ ഇറേസർ ഞെക്കിയാലൊന്നും സംഭവം വരത്തില്ല. നമ്മുടെ മെയിൻ മെനു ആണ്, പക്ഷെ അത് ഞെക്കിയാലൊന്നും വരത്തില്ല. അത് ഞെക്കിയാൽ എവിടെ പോകത്തില്ല, എല്ലാം ബ്ലോക്കാണ്. അപ്പം അവിടെ എങ്ങനെ ലിങ്ക് കൊടുക്കും? അപ്പം നമ്മൾ ഇവിടെ ഇറേസർ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ഈ ടാഗ് ഞെക്കണം. ഓക്കെ, ടാഗ് ഞെക്കുന്നത് ഇങ്ങനൊരു പേജിലോട്ട് പോകും. അവിടെ ഇറേസറിൻ്റെ ടാഗിലുള്ള എല്ലാം ഇവിടെ വരും. അപ്പോൾ ഈ ലിങ്ക് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പ് വരെയുള്ളതെല്ലാം സെലക്ട് ചെയ്യും.
സി ഞെക്കുക. എന്നിട്ട് മെയിൻ മെനുവിൽ ഇറേസർ ഉണ്ടല്ലോ, ഇവിടെ എഡിറ്റ് ചെയ്യാം. ഈ ലിങ്കിൻ്റെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. സേവ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്യും. ഹോമിൽ പോയി നോക്കാം. എന്നിട്ട് ഇറേസർ ഞെക്കാം. കണ്ടോ? അപ്പോൾ ആ ഒരു പേജിലോട്ട് പോകും. അതുപോലെ തന്നെ നമുക്ക് പെന്നും ചെയ്യും. വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, നമ്മളിപ്പോൾ ഡോളറാണ് കൊടുക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ ഡിസൈൻ പാർട്ടെല്ലാം കഴിഞ്ഞു, പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ പേയ്മെന്റ് എങ്ങനെ ആഡ് ചെയ്യണം, പിന്നെ ഈ ഡോളർ സൈനൊക്കെ എങ്ങനെ മാറ്റണം എന്ന് പഠിക്കാം. ഓക്കെ, തീമിലോട്ട് പോയിട്ട് എഡിറ്റ് HTML പോകും. എഡിറ്റ് HTML പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് Ctrl F ഞെക്കുക. ഇപ്പൊ ഇവിടെ വരും. എന്നിട്ട് USD ക്യാപിറ്റൽ USD എന്ന് സെലക്ട് ചെയ്യാൻ എൻ്റർ. ഇവിടെ USD എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ. കുറച്ചുകൂടെ താഴെ പോകുമ്പോഴേക്കും ഇവിടെ കറൻസി കോഡ് കണ്ടോ. കറൻസി കോഡ് ഇവിടെ USD എന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ INR വേണ്ടത്, ഇന്ത്യൻ റുപ്പി. അപ്പൊ ഈ USD മാറ്റിയിട്ട് INR കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പം നമ്മുടെ ഡോളർ മാറ്റിയിട്ട് നമ്മുടെ റുപ്പിയുടെ സൈൻ വന്നു. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. നമ്മുടെ USD കൊടുത്തു കഴിഞ്ഞിട്ട് INR മാറ്റി കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഷിപ്പിംഗ് ഫീ ഉണ്ട്. നേരത്തെ ഇവിടെ ഷിപ്പിംഗ് ഫീ നമ്മൾ ചെക്കൗട്ട് ചെയ്തപ്പോഴേക്കും ഇത്ര ഒരു 30 രൂപ എക്സ്ട്രാ വന്നില്ലേ. ആ 30 രൂപ എന്ന് പറയുന്നത് ഇവിടെ വന്നു. ഷിപ്പിംഗ് ഫീ 20 ആണ് നിൽക്കുന്നത്. 20 പ്ലസ് പിന്നെ 3.3 പെർ ഐറ്റം 3.3 ആണ് വരുന്നത്. അപ്പൊ നമ്മളിത് മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഷിപ്പിംഗ് ഫ്രീ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ 0 കൊടുത്താൽ മതി. പിന്നെ ഒരു പെർ ഐറ്റത്തിന് 0.33 വേണേ വരാം, അല്ലെങ്കിൽ അതും നമുക്ക് 0 കൊടുക്കാം. 0 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോറിന്റെ പേര്, പിന്നെ അഡ്രസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നമ്മുടെ സ്റ്റോറിന്റെ പേരെന്താ, സ്കൂൾ കിഡോ കൊടുത്തു. ഇവിടെ ഇപ്പം സ്ട്രീറ്റ് എന്ന് പറയുന്നത് കൊച്ചി കൊടുക്കാം. സ്റ്റോർ ടൗൺ എറണാകുളം കൊടുക്കാം. ഇപ്പൊ കേരള കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ അഡ്രസ്സാണ്. പിന്നെ ഇന്ത്യ. ഇപ്പം പോസ്റ്റൽ കോഡ് ഏതാണോ അത് കൊടുക്കുക. പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ. ഈ ബാങ്ക് ട്രാൻസ്ഫറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ബാങ്കിന്റെ പേര്, ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണോ അത് കൊടുക്കുക. ആ ഒരു പേര് എന്താണോ ആ പേര് നമ്മൾ ഇവിടെ കൊടുത്തു. പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എത്രയാണോ അത് അവിടെ കൊടുക്കുക. പിന്നെ ബാങ്കിന്റെ നെയിം കൊടുക്കണം. ഇതിപ്പം തൽക്കാലം നമുക്ക് യെസ് ബാങ്ക് ഇടാം. യെസ് ബാങ്ക് കൊടുത്തു. നമ്മുടെ ബാങ്ക് യെസ് ബാങ്ക് ആണ്. പിന്നെ നമ്മുടെ IFSC കോഡ്, ഇത് IFSC കോഡ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം IFSC കോഡ് കൊടുക്കുക. ഇന്ത്യൻ കേസ് ഒക്കെ ആണെങ്കിൽ IFSC കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പറും മതി. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് ചെക്കിന്റെ കേസ് ഉണ്ട്. മുകളിലോട്ട് പോകുമ്പോഴേക്കും ഇവിടെ കണ്ടോ പേപാലില് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ, പേപാൽ. ഇവിടെ പേപാലില് അക്കൗണ്ട് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ Gmail ID വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ Gmail ID എന്താണോ നമ്മൾ INR നേരത്തെ കൊടുത്തെടുത്ത് തൊട്ട് താഴെയാണ് പേപാലിൽ എടുക്കുന്നത്. ആ Gmail ID എന്താണോ അവിടെ Gmail അല്ലെങ്കിൽ ഏത് ഇമെയിൽ ID വെച്ചാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ആ ഒരു ഇമെയിൽ ID അതിനകത്ത് കൊടുത്താൽ മതി. സ്മോൾ ലെറ്റർ ആണ്. ആ ഒരു ഇമെയിൽ ID നമ്മൾ അതിനകത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പം പേപാലിന്റെ ആയി, പിന്നെ ഷിപ്പിങ്ങിന്റെ ആയി, ബാങ്ക് അക്കൗണ്ട് ആയി, ചെക്കും ആയി. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണ്.
അതിപ്പോ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സപ്ലയർ അനുസരിച്ച് എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. സേഫ്റ്റിയും കൊടുത്തു. സേവ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്പൊ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു, പ്രോഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് പഠിച്ചു, പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ സെയിൽ പ്രൈസ്, ഔട്ട് ഓഫ് സ്റ്റോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. കോണ്ടാക്ട് ഫോമിനെ കുറിച്ച് പഠിച്ചു ഡയറക്ട്ലി. പിന്നെന്തുവാ അബൌട്ട് അസ് പേജ് ആഡ് ചെയ്യാന്, പിന്നെ സംഭവം ചെക്ക്ഔട്ട് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് ആഡ് ടു കാർട്ട് കൊടുത്തു. ചെക്ക്ഔട്ട് ചെയ്യുമ്പോഴേക്കും നമ്മളിവിടെ ഷിപ്പിംഗ് ഒന്നും വന്നില്ല, ഫ്രീ ഷിപ്പിംഗ് ആണ്. 0 കൊടുത്താണ് ഫ്രീ ഷിപ്പിംഗ് വന്നു. ഇവിടെ എല്ലാം നമ്മൾ അഡ്രസ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കുന്നത്. എന്നിട്ട് പ്ലേസ് ഓർഡർ കൊടുക്കുമ്പോഴേക്കും ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മെയിലിലോട്ട് അവർ സെൻഡ് ചെയ്യും. ഇപ്പൊ വേറെ എന്തെങ്കിലും അഡ്രസ് ആണെങ്കിൽ ഇവിടെ കൊടുത്താൽ ഈ അഡ്രസ്സിലോട്ടും വരും. ബില്ലിംഗ് ഡീറ്റെയിൽസ് ഇവിടെ വരും, പിന്നെ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് ഇവിടെയും കൊടുക്കാം. ഓർഡറിനോട്ട് എന്തെങ്കിലും ഉണ്ടോ അതിനും കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഈ ഒരു സൈറ്റിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമുക്ക് പക്ഷെ ഈ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ സെല് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോ ഷർട്ടൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് സൈസിന്റെ ഒരു ഓപ്ഷൻ ഇല്ല. അതാണ് ഇതിനകത്ത് ഞാൻ കണ്ട ഒരു ഡ്രോബാക്ക്. അപ്പം ആ ഒരു ഡ്രോബാക്ക് നിങ്ങളിപ്പം എക്സ്പേർട്സ് കാണും. ഞാനിപ്പം CS പഠിച്ച ഒരാളല്ല. അപ്പം ആ ഒരു ഫീൽഡിൽ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കും ആ ഒരു കോഡൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഞാനത് നമ്മുടെ പേജിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷെയർ ചെയ്യാം. അപ്പം കൂടുതൽ ആൾക്കാർക്ക് അത് കിട്ടും, അത് കുറച്ചുകൂടി ഉപകാരപ്പെടും. അപ്പം ഇത്രേ ഉള്ളൂ നമ്മള് ഇ കോമേഴ്സ് സൈറ്റ് ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമാണ് കാര്യം. അപ്പം പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ചാനല്, യൂട്യൂബ് ചാനല് വല്ലോണ്ട പണം എന്ന് പറയുന്ന ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് എല്ലാം ഇപ്പം റണ്ണിങ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ ചാനലില് നമ്മളിപ്പം ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച് പഠിച്ചു, വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ ലിങ്ക് ഞാനിപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ സംഭവം ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊരു ഐഡിയ കിട്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.